ഞങ്ങളുടെ നഴ്സറിയിൽ ഉപയോഗിക്കുന്ന വളങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ പരിചയപ്പെടുത്തി തരുന്നത്. ഇത് ഭൂമിറ. ഇത് നമ്മൾ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ചെടി വയ്ക്കുമ്പോൾ മുന്നേ ഉപയോഗിക്കുന്ന വളമാണ്. അതിനുശേഷം 15 ദിവസത്തിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഭൂമിസുധ. ഇത് 6.5 ഗ്രാമുള്ള പാക്കറ്റാണ്. ഈ പാക്കറ്റ് 16 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിക്കുകയാണെങ്കിൽ തെളിക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ കടയ്ക്ക് ഒഴിക്കണമെങ്കിൽ കടയ്ക്ക് ഒഴിക്കുകയും ചെയ്യാം. അത് വലിപ്പമനുസരിച്ച് കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പൂവുണ്ടാവാനും കായ ഉണ്ടാവാനും അതേപോലെ തന്നെ നല്ല കായ്ഫലം കൂടുതൽ കിട്ടും. നമ്മളിപ്പോൾ ഭൂമിസുധ 16 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കാൻ പോവുകയാണ്. സ്പ്രേ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നഴ്സറിയിൽ 20 ദിവസം മുന്നേ അടിച്ചതാണ്. ഈ ഭൂമിസുധ അടിച്ചാണ്. അതിനുശേഷം ഉണ്ടായ പൂക്കളാണ്. നമ്മൾ കുമ്പളത്തിനും അതേപോലെ തന്നെ വഴുതനയ്ക്കും വെണ്ടയ്ക്കും അടിച്ചേക്കണം. കഴിഞ്ഞ 20 ദിവസം മുന്നേ അടിച്ചു. അതിൻ്റെ റിസൾട്ടാണ്. ചേനയ്ക്ക് അടിക്കണം. ഇങ്ങനെ സ്പ്രേ ചെയ്താൽ മതി ഇലമേ. ഇരുപത് ദിവസം മുന്നേ നമ്മൾ അഭിയൂന അടിച്ചതാണ്. ഇപ്പം നല്ലതുപോലെ കൊല കുത്തി പൂവുണ്ടായേക്കണം. നമ്മൾ ഒന്നും കൂടി അടിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രാവശ്യം പച്ചമുളകിന് അടിച്ചതാണ്. ഇപ്പം നല്ലോണം പൂത്തേക്കണം. ഓറഞ്ച് ഉണ്ടായി കിടക്കണോ? ഓറഞ്ചിനൊക്കെ അടിക്കുകയാണ് നമ്മൾ. നല്ലതുപോലെ ഉണ്ടാവേണ്ട ഓറഞ്ച്. അമ്പഴം ഉണ്ടായി കിടക്കണോ? ഇഷ്ടംപോലെ പൂക്കുന്നുണ്ട്. അതേപോലെ തന്നെ കായ ഉണ്ടാവുന്നുണ്ട്. ഈ ഭൂമിസുധ അടിച്ചതിന് ശേഷം നല്ലതുപോലെ കായ പിടിക്കുന്നുണ്ട്. ഇത് ലോങ്ങണാണ്, ഒരു ഫ്രൂട്ടാണ്. ഇതും 20 ദിവസം മുന്നേ അടിച്ചതിന് ശേഷം നല്ലോണം പൂത്തേക്കണുണ്ടോ? ചിലതിൽ കായ പിടിച്ചു തുടങ്ങി. നമ്മൾ രണ്ടാമതും അടിച്ചു കൊടുക്കുന്നു. ഇത് മരമുന്തിരിയാണ്. നമ്മൾ മരമുന്തിരിക്ക് അടിക്കുന്നു. കഴിഞ്ഞ 20 ദിവസം മുന്നേ അടിച്ചതിന് ശേഷം പൂത്ത് കായ ഉണ്ടായിരിക്കണം. ഇത് വേറെ വെറൈറ്റി ഓറഞ്ചാണ്. കഴിഞ്ഞ 20 ദിവസം മുന്നേ അടിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും ഒന്നും കൂടി മരുന്നടിക്കുന്നു. പേരയ്ക്ക ഉണ്ടായി കിടക്കണുണ്ടോ? നല്ലതുപോലെ പേരയ്ക്ക പിടിച്ചിട്ടുണ്ട് അടിച്ചതിന് ശേഷം. നമ്മുടെ നഴ്സറിയിൽ എല്ലാ ചെടികൾക്കും എല്ലാ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സിനും നമ്മൾ ഈ ഭൂമിസുധ മരുന്ന് എല്ലാ 20 ദിവസം കൂടുമ്പോൾ നമ്മൾ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല റിസൾട്ടും ഉണ്ട്.